Okay, students, good morning to all. കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് പുതിയൊരു ചാപ്റ്റർ ആണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത 5 ചാപ്റ്റേഴ്സ് ആയിരുന്നു. ഇനി 6ാമത്തെ ചാപ്റ്റർ ആണ് എടുക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിൽ ഇതിലും അത്ര പ്രോബ്ലം ആയിട്ടൊന്നും പറയുന്നില്ല, തിയറി മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോ എന്ത് ചെയ്യാം, തിയറി എന്താണെന്ന് മനസ്സിലാക്കുക. ഈ പറയുന്ന കാര്യങ്ങൾ നോട്ട് എഴുതുക കേട്ടോ. Standard costing. Standard cost is a predetermined cost for evaluating the actual performance. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആണ് ചാപ്റ്ററിന്റെ പേര്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് ആയിട്ട് ആക്ച്വൽ പെർഫോമൻസ് വെച്ച് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റിനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുക. ഓക്കെ, അതായത് ആക്ച്വൽ പെർഫോമൻസ് എങ്ങനെയാണ് അത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വേറെ പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് നിശ്ചയിക്കും. ഓക്കെ, അതിനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയാം. ഇറ്റ് ഈസ് ദ എക്സ്പെക്റ്റഡ് കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് വൺ യൂണിറ്റ്. അതായത് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന എക്സ്പെക്റ്റഡ് കോസ്റ്റ് ആണ് എന്ത്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കോസ്റ്റ് ആണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. എ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഈസ് എ ടാർഗറ്റ് കോസ്റ്റ് വിച്ച് ഷുഡ് ബി അറ്റൈൻഡ്. അതായത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ടാർഗറ്റ്, നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന കോസ്റ്റ് ആണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. അതായത് അറ്റൈൻ ചെയ്യും എന്നുള്ള ആ ടാർഗറ്റ് ചെയ്യുന്ന കോസ്റ്റ് ആണ് എന്താ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. When standard costs are used for the purpose of cost control, the technique is known as standard costing. നമ്മൾ ഇതുവരെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്താണെന്നാണ് പറഞ്ഞത്, ഇനി സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്താണെന്നാണ് പറയുന്നത്. അതായത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് നമ്മൾ കോസ്റ്റ് കൺട്രോളിന് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ, കോസ്റ്റ് കൺട്രോളിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ടെക്നിക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഈസ് എ ടെക്നിക് ഓഫ് കോസ്റ്റ് അസർടൈൻമെന്റ് ആൻഡ് കോസ്റ്റ് കൺട്രോൾ. കോസ്റ്റ് അസർടൈൻ ചെയ്യാനും കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് എന്ത്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ഓക്കെ, it is the preparation of standard cost and applying them to measure variations from standard cost and analyzing causes of variations with a view to maintain maximum efficiency. അതായത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, സ്റ്റാൻഡേർഡ് കോസ്റ്റ് അനലൈസ് ചെയ്യുക, പ്രിപ്പയർ ചെയ്യണം. അവിടെ നമ്മൾ ഡിഫറെന്റ് വേരിയേഷൻസ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിൽ വന്നിട്ടുള്ള വേരിയേഷൻസ് മെഷർ ചെയ്യുകയാണ്. അതേപോലെ തന്നെ ആ വേരിയേഷൻസിന്റെ കാരണങ്ങൾ എന്താണെന്നുള്ളത് അനലൈസ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗും അതേപോലെ ബഡ്ജറ്ററി കൺട്രോളും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയുന്നത്. ബഡ്ജറ്ററി കൺട്രോൾ ആണ് ആദ്യത്തെ കോളം, രണ്ടാമത്തെ കോളം സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആണ്. ബഡ്ജറ്ററി കൺട്രോളിൽ ആദ്യം പറയുന്നു, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഓൾ ടൈപ്സ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്. ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിലെ എല്ലാ ആക്ടിവിറ്റീസും ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ്. ഓക്കെ, എന്നാൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ കോസ്റ്റ്. അതായത് പ്രൊഡക്ഷൻ കോസ്റ്റുമായിട്ട് മാത്രമേ എന്തുള്ളൂ, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിന് റിലേഷൻ ഉള്ളൂ. നെക്സ്റ്റ് പറയുന്നു ബഡ്ജറ്ററി കൺട്രോളിൽ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഫിനാൻഷ്യൽ അക്കൗണ്ട്. ഫിനാൻഷ്യൽ അക്കൗണ്ടുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു കോസ്റ്റ് അക്കൗണ്ടുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അടുത്ത ബഡ്ജറ്ററി കൺട്രോളിൽ പറയുന്നു ബഡ്ജറ്റ് കൺസിഡർ ബോത്ത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. അതായത് ബഡ്ജറ്റിൽ നമ്മൾ ഇൻകം എക്സ്പെൻഡിച്ചറും എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്. എന്നാൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ നമ്മൾ എക്സ്പെൻഡിച്ചർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കൺസിഡർ ചെയ്യുന്നുള്ളൂ. സ്റ്റാൻഡേർഡ്സ് ആർ ഫോർ എക്സ്പെൻഡിച്ചർ ഓൺലി. അടുത്ത ബഡ്ജറ്ററി കൺട്രോളിൽ പറഞ്ഞു എ ഡീറ്റെയിൽഡ് അനാലിസിസ് ഓഫ് വേരിയൻസ് ഈസ് നോട്ട് പോസിബിൾ. അതായത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ വേരിയൻസ് എന്ത് ചെയ്യുന്നില്ല, അനലൈസ് ചെയ്യുന്നില്ല. എന്നാൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിന്റെ വേരിയൻസസ് ആർ അനലൈസ്ഡ് ഇൻ ഡീറ്റെയിൽ. വേരിയൻസ് ഓരോ ഏരിയയിൽ ഓരോ സെക്ടറിൽ വരുന്ന വേരിയൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അനലൈസ് ചെയ്യുന്നുണ്ട്. അടുത്ത ബഡ്ജറ്ററി കൺട്രോളിൽ പറയുന്നു ഇറ്റ് ഡസ് നോട്ട് റിക്വയർ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് പ്രൊഡക്റ്റ്.
അതായത് ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡൈസ് പ്രൊഡക്റ്റ് എന്നുള്ളതിനല്ല, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എങ്ങനെയാണ് ബഡ്ജറ്റ് ചെയ്യുന്നത് എന്നുള്ള അതിൽ വരുന്ന കൺട്രോൾ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അല്ലാതെ ഇവിടെ പ്രൊഡക്റ്റിന്റെ സ്റ്റാൻഡേർഡൈസേഷൻ റീക്വയർ ചെയ്യില്ല. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആകുമ്പോൾ ഇറ്റ് റിക്വയർ സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് പ്രൊഡക്റ്റ്. ഇവിടെ പ്രൊഡക്റ്റിന്റെ സ്റ്റാൻഡേർഡൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, റിക്വയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. സ്റ്റെപ്പ് ഇൻവോൾവ്ഡ് ഇൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിന്റെ സ്റ്റെപ്പ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. സ്റ്റെപ്പ് ഇൻവോൾവ്ഡ് ഇൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിന്റെ സ്റ്റെപ്പുകളാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവാം. ഡിറ്റർമിനേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുക. അതായത് നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ പോകുന്ന കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുക. അതിനുശേഷം റെക്കോർഡിംഗ് ഓഫ് ആക്ച്വൽ കോസ്റ്റ്. ആക്ച്വൽ കോസ്റ്റ് എത്ര വന്നു അതിനുള്ളത് റെക്കോർഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ കമ്പാരിസൺ ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് ആക്ച്വൽ കോസ്റ്റ്. അതായത് സ്റ്റാൻഡേർഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. കാൽക്കുലേഷൻ ഓഫ് വേരിയൻസസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് ആക്ച്വൽ കോസ്റ്റ്. അതായത് സ്റ്റാൻഡേർഡ് കോസ്റ്റിലും ആക്ച്വൽ കോസ്റ്റിലും വന്നിട്ടുള്ള വേരിയൻസ് എന്ത് ചെയ്യുന്നു, കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഫൈൻഡിങ് ഔട്ട് ദി റീസൺസ് ഫോർ വേരിയൻസ്. അങ്ങനെ വേരിയൻസ് വരാനുള്ള കാരണങ്ങൾ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുന്നു. റിപ്പോർട്ടിംഗ് വേരിയൻസസ് ടു ദി മാനേജ്മെന്റ് ഫോർ കറക്റ്റീവ് ആക്ഷൻ. അങ്ങനെ വേരിയൻസസ് വന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, റിപ്പോർട്ട് ചെയ്യുന്നു മാനേജ്മെന്റിന്, അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റ് ആക്ഷൻസ് എടുക്കാൻ. ഇതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിന്റെ സ്റ്റെപ്പ് ആയിട്ട് പറയുന്നത്. അടുത്തത് വേരിയൻസ് അനാലിസിസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണെന്ന് നോക്കാം. ഇൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, വേരിയൻസ് മീൻസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് ആക്ച്വൽ കോസ്റ്റ്. അതായത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ നമ്മൾ വേരിയൻസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ്. അനാലിസിസ് ഓഫ് വേരിയൻസ് മീൻസ് കാരിങ് ഔട്ട് ദി അപ്രോപ്രിയേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ടു ഐഡന്റിഫൈ ദി റീസൺസ് ഫോർ ദി വേരിയൻസസ്. അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ വന്നിട്ടുള്ള വേരിയൻസിന്റെ റീസൺ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ എന്താ പറയാ, അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് പറയാം. അപ്പോൾ ഒരുപാട് വേരിയൻസ് ടൈപ്സ് വരുന്നുണ്ട്. നമ്മൾ അതാണ് പറയാൻ പോകുന്നത്, ടൈപ്സ് ഓഫ് വേരിയൻസസ്. ടൈപ്സ് ഓഫ് വേരിയൻസസിൽ കോസ്റ്റ് വേരിയൻസസ് ആണ് പറയുന്നത്. ടൈപ്സ് ഓഫ് വേരിയൻസസ്, അതിൽ കോസ്റ്റ് വേരിയൻസിൽ ഒന്നാമത്തെ മെറ്റീരിയൽ വേരിയൻസ്. അറിയാലോ, മെറ്റീരിയൽ നമ്മൾ പ്രൈം കോസ്റ്റുകളായിട്ടുള്ള മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ്, ഇതിലാണ് വേരിയൻസിനെ ആയിട്ട് നമ്മളിവിടെ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ മെറ്റീരിയൽ വേരിയൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ടൈപ്സ് വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. ഓക്കെ, മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ സ്പെസിഫൈഡ് ഫോർ ദി ഔട്ട്പുട്ട് അച്ചീവ്ഡ് ആൻഡ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ യൂസ്ഡ്. അതായത് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പെസിഫൈ ഒരു ഔട്ട്പുട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പെസിഫൈഡ് ഡിറ്റർമിൻ ചെയ്തിട്ടുള്ള കോസ്റ്റും അതേപോലെ ആ മെറ്റീരിയൽ യൂസ് ചെയ്ത് വന്നിട്ടുള്ള ആക്ച്വൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയാം. അടുത്തതായിട്ട് ഈ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട്. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്, മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് പ്രൈസ് ആൻഡ് ആക്ച്വൽ പ്രൈസ് പെയ്ഡ്. അതായത് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയലിന്റെ സ്റ്റാൻഡേർഡ് പ്രൈസ് മെറ്റീരിയലിന് നമ്മൾ എത്രയാണോ ആക്ച്വൽ ആയിട്ട് കൊടുത്തത് അവ തമ്മിലുള്ള ഡിഫറൻസ് ആണ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് എന്ന് പറയുന്നത്. അടുത്തത് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് ആണ്. അത് എന്താണ് പറയുന്നത്, ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ആൻഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി യൂസ്ഡ്. അതായത് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് നിശ്ചയിക്കുന്ന ക്വാണ്ടിറ്റിയും നമ്മൾ ആക്ച്വൽ യൂസ് ചെയ്തിട്ടുള്ള ക്വാണ്ടിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്താ, മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് എന്ന് പറയുന്നത്. അടുത്തത് മെറ്റീരിയൽ വേരിയൻസിലെ രണ്ടാമത്തെ മെറ്റീരിയൽ മിക്സ് വേരിയൻസസ്. ഇറ്റ് അറൈസസ് ഓൺലി വെൻ ഡിഫറെന്റ് മെറ്റീരിയൽസ് ആർ മിക്സ്ഡ് ടു മാനുഫാക്ചർ എ പ്രോഡക്റ്റ്. എക്സാമ്പിൾ കെമിക്കൽസ്, പെയിന്റ് എക്സെട്ര. അതായത് ഇത് മെറ്റീരിയൽ മിക്സ് വേരിയൻസ് വരിക എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെന്റ് മെറ്റീരിയലുകൾ മിക്സ് ചെയ്യുമ്പോഴാണ് മെറ്റീരിയൽ മിക്സ് വേരിയൻസ് വരിക. അതായത് കെമിക്കൽ, പെയിന്റ് അങ്ങനെയൊക്കെ മിക്സ് ചെയ്തിട്ട് വരുന്ന മെറ്റീരിയൽസ് പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ നമ്മൾ മിക്സർ ആക്കിയിട്ടുള്ള മെറ്റീരിയൽസ് വരുമ്പോഴാണ് മെറ്റീരിയൽ മിക്സ് വേരിയൻസ് ഉണ്ടാവുക. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് വിച്ച് ഈസ് ഡ്യൂ ടു ദി ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ആൻഡ് ആക്ച്വൽ കോമ്പോസിഷൻ ഓഫ് എ മിക്സ്ചർ.
അതായത് മെറ്റീരിയൽ മിക്സ് വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽ യൂസേജ് വേരിയൻസിന്റെ ഒരു ഭാഗമാണ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ കോമ്പോസിറ്റ് ചെയ്യുക, അതായത് മിക്സ്ചർ, അതായത് നമ്മൾ ഡിഫറെന്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നു എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ആ ഡിഫറെന്റ് യൂസ് ചെയ്യുന്ന മെറ്റീരിയലിലെ മിക്സ് ചെയ്തിട്ടുള്ള മെറ്റീരിയലിന്റെ കോമ്പോസിഷൻ, സ്റ്റാൻഡേർഡും ആക്ച്വൽ കോമ്പോസിഷനും തമ്മിൽ കമ്പയർ ചെയ്യുന്നതാണ് എന്ത് മെറ്റീരിയൽ മിക്സ് വേരിയൻസ് എന്ന് പറയുന്നത്. അതായത് അവ തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ് ആണ്. അടുത്ത മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് ആണ്. ഈൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഔട്ട്പുട്ട് ആണ്. അപ്പൊ മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് വേരിയൻസ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് ഔട്ട്പുട്ട്. It is that part of material usage variance which due to the difference between standard yield and actual yield. അതായത് മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിന് ബേസ് ആയിട്ടാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള ഔട്ട്പുട്ടും ആക്ച്വൽ ആയിട്ട് എത്ര ഔട്ട്പുട്ട്, അതായത് അതാണ് സ്റ്റാൻഡേർഡ് ഈൽഡ് ആൻഡ് ആക്ച്വൽ ഈൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടും ആക്ച്വൽ എത്രയാണ് ഔട്ട്പുട്ട് ഉള്ളത് അവ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് എന്ന് പറയാം. ദ വേർഡ് ഈൽഡ് ഡിനോട്ട് എന്ന് പറയുന്നത് ഔട്ട്പുട്ട്, ഈൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഔട്ട്പുട്ടിനെയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെറ്റീരിയൽ വേരിയൻസസിൽ വരുന്നത്. ഇനി അടുത്തത് ലേബർ വേരിയൻസസ്. ഓക്കെ, നമുക്കറിയാം പ്രൈം കോസ്റ്റിലെ രണ്ടാമത്തെ കോസ്റ്റ് ആണ് ലേബർ കോസ്റ്റ്. ലേബർ വേരിയൻസസ് ആണ് പറയാൻ പോകുന്നത്. വെൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ലേബർ ഡിഫേഴ്സ് ഫ്രം ആക്ച്വൽ വേജ് കോസ്റ്റ് ദ ലേബർ വേരിയൻസസ് അറൈസസ്. അതായത് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് നിശ്ചയിക്കുന്ന ലേബർ കോസ്റ്റും അതുപോലെ ആക്ച്വൽ ആയിട്ട് വരുന്ന ലേബർ കോസ്റ്റ്, അതായത് വേജ് ആണ് അവർക്ക് വരിക അല്ലെ, അവ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ ലേബർ വേരിയൻസിൽ വരിക. ലേബർ കോസ്റ്റ് വേരിയൻസ്, അതിൽ ലേബർ വേരിയൻസിൽ ആദ്യത്തെയാണ് ലേബർ കോസ്റ്റ് വേരിയൻസ്. It is also called wage variance. It is the difference between standard cost of labor allowed for actual output achieved and the actual cost of labor. അതായത് ലേബർ കോസ്റ്റ് വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേജ് വേരിയൻസ് എന്നും കൂടി പറയുന്നുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ ഔട്ട്പുട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അലോ ചെയ്തിട്ടുള്ള ലേബറിന്റെ സ്റ്റാൻഡേർഡ് കോസ്റ്റും അതേപോലെ ആക്ച്വൽ കോസ്റ്റ് എത്ര വന്നു ലേബർ, അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ലേബർ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുന്നത്. ഇതിൽ ഒരുപാട് ടൈപ്സ് വരുന്നുണ്ട് ലേബർ കോസ്റ്റ് വേരിയൻസിൽ. ലേബർ റേറ്റ് വേരിയൻസ്, it arises due to the difference between standard rate specified and actual rate paid. അതായത് ലേബർ റേറ്റ് വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ലേബർ അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന സ്റ്റാൻഡേർഡ് റേറ്റ് ഉണ്ടാവും സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്, അതും അതേപോലെ ആക്ച്വൽ എത്ര റേറ്റ് ആണോ അവർക്ക് കൊടുത്തത് അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ലേബർ റേറ്റ് വേരിയൻസ് എന്ന് പറയുന്നത്. അടുത്ത ലേബർ എഫിഷ്യൻസി വേരിയൻസ് ആണ്. It arises due to the difference between standard hours specified for the actual output and actual hours spent. അതായത് ലേബർ എഫിഷ്യൻസി വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വൽ ഔട്ട്പുട്ടിന് വേണ്ടി സ്പെസിഫൈ ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് ഹവേഴ്സും അതേപോലെ എത്ര ഹവേഴ്സ് ആണ് ലേബേഴ്സ് അവിടെ ആക്ച്വൽ ആയിട്ട് വർക്ക് സ്പെൻഡ് ചെയ്തിട്ടുള്ളത് അവ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ലേബർ എഫിഷ്യൻസി വേരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഐഡിയൽ ടൈം വേരിയൻസ് ആണ്. ഇറ്റ് അറൈസസ് ഡ്യൂ ടു ദി അബ്നോർമൽ ഐഡിയൽ ടൈം ഓഫ് വർക്കേഴ്സ് ഓൺ അക്കൗണ്ട് ഓഫ് സിക്നസ്, പവർ ഫെയിൽ, മെഷീൻ ബ്രേക്ക് ഡൗൺ എക്സെട്ര. അതായത് ഐഡിയൽ ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, അബ്നോർമൽ ആയിട്ട് വരുന്ന ഐഡിയൽ ടൈം വർക്കേഴ്സിന്റെ, അതായത് പവർ ഫെയിൽ ആവുക, മെഷീൻ ബ്രേക്ക് ഡൗൺ ആവുക, അങ്ങനെ വരുമ്പോഴുള്ള ഐഡിയൽ ടൈം അവ തമ്മിലുള്ള കമ്പയർ ചെയ്യുക. സ്റ്റാൻഡേർഡ് ഐഡിയൽ ടൈം, ആക്ച്വൽ ഐഡിയൽ ടൈം എന്ന് പറയാം. അവ തമ്മിലുള്ള ആ ഒരു സിറ്റുവേഷനിൽ വരുന്ന വേരിയൻസ് ആണ് ഐഡിയൽ ടൈം വേരിയൻസ്, അതായത് അവർ വർക്ക് ചെയ്യാതെ ഇരിക്കുന്ന ടൈം. ഓക്കെ, അപ്പൊ അതിൽ വരുന്ന വേരിയൻസ് ആണ് ഐഡിയൽ ടൈം വേരിയൻസ്. ഓവർഹെഡ് വേരിയൻസ് ആണ്. ഇനി നമ്മൾ ഇപ്പൊ പറഞ്ഞത് മെറ്റീരിയൽ വേരിയൻസ്, ലേബർ വേരിയൻസ്, അടുത്തത് ഓവർഹെഡ് വേരിയൻസ് ആണ്. It is the difference between standard overhead cost charged to production and actual overhead cost incurred. അതായത് ഓവർഹെഡ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ, ഓവർഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോ ഈ പറഞ്ഞിട്ടുള്ള മെറ്റീരിയലും ലേബറും അല്ലാതെ വരുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെയാണ് ഓവർഹെഡ് എന്ന് പറയാം. ആ മാനുഫാക്ചറിംഗിൽ വരുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെയാണ് ഓവർഹെഡ് എന്ന് പറയാം.
അപ്പോൾ നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി ചാർജ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓവർഹെഡ് കോസ്റ്റും അതുപോലെ അവിടെ ഇൻവേർഡ് ആയിട്ടുള്ള, അതായത് അവിടെ വന്നിട്ടുള്ള ആക്ച്വൽ ഓവർഹെഡ് കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്താ ഓവർഹെഡ് വേരിയൻസ് എന്ന് പറയുന്നത്. ഓവർഹെഡ് വേരിയൻസിന് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്, അതാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ വേരിയബിൾ ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസ്. ഇറ്റ് ഈസ് ദ ആക്ച്വൽ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ വേരിയബിൾ ഓവർഹെഡ് ആൻഡ് സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർഹെഡ് കോസ്റ്റ് ഓർ ആക്ച്വൽ ഔട്ട്പുട്ട്. അതായത് വേരിയബിൾ ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ അതായത് ആക്ച്വൽ ഔട്ട്പുട്ട് കോസ്റ്റ് ഓവർഹെഡും, അതായത് സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള ആക്ച്വൽ ഔട്ട്പുട്ടിന് വന്നിട്ടുള്ള കോസ്റ്റും, അതേപോലെ അവിടെ ആക്ച്വൽ വന്നിട്ടുള്ള വേരിയബിൾ ഓവർഹെഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് വേരിയബിൾ ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസ് എന്ന് പറയാം. ഓക്കെ, അടുത്ത വേരിയബിൾ ഓവർഹെഡ് എഫിഷ്യൻസി. അതിൽ വരുന്ന രണ്ടെണ്ണമാണ് വേരിയബിൾ ഓവർഹെഡ് എഫിഷ്യൻസി വേരിയൻസും വേരിയബിൾ ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസും. അതിന് വേരിയബിൾ ഓവർഹെഡ് എഫിഷ്യൻസി വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അലൗഡ് വേരിയബിൾ ഓവർഹെഡ് ആൻഡ് അബ്സോർബ്ഡ് വേരിയബിൾ ഓവർഹെഡ്. അതായത് നമുക്ക് വേരിയബിൾ ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസുകളാണ് പറയുന്നത്. വേരിയബിൾ ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അത് ആ ഒരു എക്സ്പെൻസ് പറഞ്ഞാൽ അത് ഇങ്ങനെ റിട്ടേൺ ആയിട്ട് മാറിക്കൊണ്ടിരിക്കും, അതിന്റെ എമൗണ്ട് കോസ്റ്റ്. അപ്പൊ വേരിയബിൾ ഓവർഹെഡ് എഫിഷ്യൻസി വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയബിൾ ഓവർഹെഡ് അബ്സോർബ് ചെയ്തതും അതേപോലെ വേരിയബിൾ ഓവർഹെഡ് നമ്മൾ അലോ ചെയ്തതും തമ്മിലുള്ള, അതായത് എത്ര വേരിയബിൾ ഓവർഹെഡ് അവിടെ വന്നു, അതേപോലെ നമ്മൾ അലോ ചെയ്തുള്ള വേരിയബിൾ ഓവർഹെഡ് എത്രയാണോ അവ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് വേരിയബിൾ ഓവർഹെഡ് എഫിഷ്യൻസി വേരിയൻസ് എന്ന് പറയുന്നത്. അടുത്ത വേരിയബിൾ ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസ് ആണ്. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ആക്ച്വൽ വേരിയബിൾ ഓവർഹെഡ് ഇൻകേർഡ് ആൻഡ് ദി അലൗഡ് വേരിയബിൾ ഓവർഹെഡ് ബേസ്ഡ് ഓൺ ദി ആക്ച്വൽ അവേഴ്സ് വർക്ക്ഡ്. ഓക്കെ, വേരിയബിൾ ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വർക്ക്, എത്ര അവേഴ്സ് ആണ് വേരിയബിൾ ഓവർഹെഡിന്റെ ബേസിൽ വർക്ക് ചെയ്തത്, അതേപോലെ തന്നെ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് എത്ര അവേഴ്സ് ആണ് നമ്മൾ വേരിയബിൾ ഓവർഹെഡിനായിട്ട് മാറ്റി വെച്ചത്, അവ രണ്ടും തമ്മിലുള്ള അതായത് എക്സ്പെൻസിന് വന്നിട്ടുള്ള അവേഴ്സ് എത്രയാണോ അതേപോലെ ആക്ച്വൽ അവേഴ്സും സ്റ്റാൻഡേർഡ് അവേഴ്സും തമ്മിലുള്ള കമ്പാരിസൺ ആണ് വേരിയബിൾ ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അവിടെ വന്നിട്ടുള്ള ആക്ച്വൽ എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസിനെയാണ് അവിടെ കമ്പയർ ചെയ്യുന്നത്. അടുത്തത് ഫിക്സഡ് ഓവർഹെഡ് വേരിയൻസ് ആണ്. നമ്മൾ ഓവർഹെഡ് വേരിയൻസിലെ ഒന്നാമത്തെ വേരിയബിൾ ഓവർഹെഡ് വേരിയൻസ് പറഞ്ഞു, അടുത്ത ഫിക്സഡ് ഓവർഹെഡ് വേരിയൻസ് ആണ്. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ഫിക്സഡ് ഓവർഹെഡ് ഫോർ ആക്ച്വൽ പ്രൊഡക്ഷൻ ആൻഡ് ആക്ച്വൽ ഫിക്സഡ് ഓവർഹെഡ്. ഓക്കെ, അതായത് ഫിക്സഡ് ഓവർഹെഡ് വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആയിട്ട് വന്നിട്ടുള്ള ആക്ച്വൽ പ്രൊഡക്ഷന് വന്നിട്ടുള്ള സ്റ്റാൻഡേർഡ് ഫിക്സഡ് ഓവർഹെഡും അതേപോലെ ആക്ച്വൽ ഫിക്സഡ് ഓവർഹെഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഫിക്സഡ് ഓവർഹെഡ് വേരിയൻസ്. ഇതിൽ തന്നെ ഒരുപാട് ടൈപ്സ് ഉണ്ട്. അതിലൊന്നാണ് ഫിക്സഡ് ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്, ഫിക്സഡ് ആക്കിയിട്ട് പറയുന്നുള്ളൂ. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബഡ്ജറ്റഡ് ഫിക്സഡ് ഓവർഹെഡ് ആൻഡ് ആക്ച്വൽ ഫിക്സഡ് ഓവർഹെഡ്. അതായത് ഫിക്സഡ് ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസ് പറഞ്ഞാൽ നമ്മൾ ബഡ്ജറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫിക്സഡ് ഓവർഹെഡും അതേപോലെ ആക്ച്വൽ ആയിട്ട് വന്നിട്ടുള്ള ഫിക്സഡ് ഓവർഹെഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അടുത്ത ഫിക്സഡ് ഓവർഹെഡ് വോളിയം വേരിയൻസ് ആണ്. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ഓവർഹെഡ് അബ്സോർബ്ഡ് ആൻഡ് ബഡ്ജറ്റഡ് ഫിക്സഡ് ഓവർഹെഡ്. അതായത് ഫിക്സഡ് ഓവർഹെഡ് വോളിയം വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് ഓവർഹെഡ് അബ്സോർബ് ചെയ്തത് എത്രയാണോ അതും അതേപോലെ എത്രയാണ് ബഡ്ജറ്റ് ചെയ്തിട്ടുള്ള ഫിക്സഡ് ഓവർഹെഡും അവ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഏകദേശം ഒക്കെ ഒരേപോലെ തന്നെയാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് capacity variance ആണ്. It is the portion of fixed overhead volume variance which is due to working at a higher or lower capacity than standard. Capacity variance എന്ന് പറയുന്നത് ഫിക്സഡ് ഓവർഹെഡിന്റെ ഒരു ഭാഗമാണ്. ഇത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഹയർ അല്ലെങ്കിൽ ലോവർ ആയിട്ട് വർക്ക് ചെയ്ത കപ്പാസിറ്റിയും സ്റ്റാൻഡേർഡും തമ്മിലുള്ള കമ്പാരിസൺ ആണ് കപ്പാസിറ്റി വേരിയൻസ് എന്ന് പറയുന്നത്. അതായത് കൂടുതലോ കുറവോ ആയിട്ടുള്ള വർക്കിംഗ് കപ്പാസിറ്റിയും അതേപോലെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കപ്പാസിറ്റിയും തമ്മിലുള്ള കമ്പാരിസൺ ആണ് കപ്പാസിറ്റി വേരിയൻസിൽ വരിക, അവ തമ്മിലുള്ള ഡിഫറൻസ്. എഫിഷ്യൻസി വേരിയൻസ് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ദി ഡിഫറൻസ് ബിറ്റ്വീൻ ബഡ്ജറ്റഡ് എഫിഷ്യൻസി ആൻഡ് ആക്ച്വൽ എഫിഷ്യൻസി. അതായത് എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡേർഡ് ബഡ്ജറ്റ് ചെയ്തിട്ടുള്ള എഫിഷ്യൻസിയും അതേപോലെ ആക്ച്വൽ ആയിട്ടുള്ള എഫിഷ്യൻസിയും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് എഫിഷ്യൻസി വേരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് കലണ്ടർ വേരിയൻസ് ആണ്. Calendar variance one, it is the difference between standard number of working days and actual number of working days. അതായത് സ്റ്റാൻഡേർഡ് നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സും ആക്ച്വൽ നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സും തമ്മിലുള്ള ഡിഫറൻസിനാണ് എന്ത് പറയുന്നത്, കലണ്ടർ വേരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്.
അപ്പൊ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടോ.